വികൃതരൂപിയായ താറാവ്. വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരു താറാവ് ഒരു വലിയ കുളത്തിനരികെ തൻ്റെ കൂടും വെച്ച് താമസിച്ചിരുന്നു. ഒരിക്കൽ താറാവ് തൻ്റെ മുട്ടകൾ വിരിയിക്കുവാൻ അടയിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷേ ഒരു മുട്ട മാത്രം വിരിഞ്ഞില്ല. താറാവ് അതിൻ്റെ മുകളിലിരുന്ന് അതിന് വീണ്ടും ചൂട് നൽകി. ഒരു വയസ്സൻ താറാവ് ഇത് കണ്ട് പറഞ്ഞു, ഇതിനിയും വിരിയാത്തത് താറാമുട്ടയല്ലാത്തത് കൊണ്ടാണ്. ഇത് ചിലപ്പോൾ ഏതെങ്കിലും കോഴിയുടെ മുട്ടയായിരിക്കും. പക്ഷെ തള്ളത്താറാവിന് ആ മുട്ട വിരിയും എന്നുറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുട്ടയ്ക്ക് വീണ്ടും ചൂട് നൽകിക്കൊണ്ടേയിരുന്നു. അവസാനം ആ മുട്ട വിരിഞ്ഞു. അതിൽ നിന്നും കുഞ്ഞു പുറത്തു വന്നു. പക്ഷേ ആ താറാവ് കുഞ്ഞിനെ കാണാൻ ഒരു ഭംഗിയുമില്ലായിരുന്നു. അത് മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ എന്റെ മറ്റു കുട്ടികളുടെ കൂടെ തന്നെ വളർത്തും. വരൂ കുട്ടികളെ, നമുക്ക് കുളത്തിൽ പോയി നീന്തൽ പഠിക്കാം. എല്ലാവരും കുളത്തിലേക്ക് ഇറങ്ങി. എല്ലാവരും അമ്മയുടെ പിന്നാലെ വെള്ളത്തിൽ നീന്തി. ഭംഗിയില്ലാത്ത ആ കുട്ടിത്താറാവും അമ്മയ്ക്ക് പിന്നാലെ വെള്ളത്തിലിറങ്ങി നീന്താൻ തുടങ്ങി. ഒരു ദുർഗന്ധം അതിന്റെ പുറത്തു നിന്നും പരന്നു. നീ എന്തിനാ ഞങ്ങളുടെ കൂടെ കുളത്തിലിറങ്ങിയത്? എനിക്ക് നീന്തല് പഠിക്കണം. ഓടിക്കോടുന്ന, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. നിനക്ക് ഞങ്ങളെ അറിയില്ല. മറ്റു കുട്ടിത്താറാവുകൾ അവരുടെ കൊക്കുകൊണ്ട് ഭംഗിയില്ലാത്ത താറാവ് കുഞ്ഞിനെ കൊത്താൻ തുടങ്ങി. അതിൻ്റെ കുഞ്ഞു ചിറകുകൾ കൊഴിയാൻ തുടങ്ങി. പാവം താറാവ് കുട്ടി അവിടെ നിന്നും ഓടി ഒളിച്ചു. ഞാൻ ഇവിടുന്ന് പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി എന്നെ കൊല്ലും. ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഭംഗിയില്ലാതെ ജനിച്ചത്? ചത്താ മതിയായിരുന്നു. പാവം ഭംഗിയില്ലാത്ത താറാവ് കുട്ടിക്ക് മനസ്സിലായി എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ അടുത്തു നിന്നും അകന്നു പോവുകയാണെന്ന്. തവളകൾ പോലും ഓടി അകലുകയായിരുന്നു. എന്തിനാ ഓടുന്നത്? ഓടല്ലേ. എന്തിനാ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നത്? ഞാൻ പാവല്ലേ. ഒരു ദിവസം അലകളില്ലാത്ത കുളത്തിൽ താറാവ് കുട്ടി സ്വന്തം പ്രതിബിംബം കണ്ടു. എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാ എല്ലാവരും എന്നെ കാണുമ്പോ ഓടുന്നത്. ഞാൻ വികൃതരൂപിയാ, വികൃതരൂപി. ഭംഗിയില്ലാത്ത താറാവ് കുട്ടി കോഴിക്കുഞ്ഞുങ്ങൾക്കിടയിൽ പോയി നിന്നു. എന്നാൽ കോഴികളും അവളെ അംഗീകരിക്കാതെ കൊത്തി ഓടിക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ സ്ഥലം വിട്ടു പോവുകയാ, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും എന്നെ കൊത്തിക്കൊല്ലും. ഞാൻ എവിടേക്കാ പോവാ? ദിവസങ്ങൾ കഴിയുന്തോറും താറാവ് കുട്ടി വലുതായി. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സങ്കടവും വലുതായിക്കൊണ്ടേയിരുന്നു. അവസാനം അവൾ തന്റെ അമ്മ താറാവിനോട് യാത്ര പറഞ്ഞ് ആ സ്ഥലം വിട്ടു പോകുവാൻ തീരുമാനിച്ചു. അമ്മേ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാ. എന്നെ ആർക്കും ഇഷ്ടമല്ലമ്മേ. ഇത്രയ്ക്കും വലിയ ലോകത്തിൽ എവിടേക്കാണ് കുട്ടി നീ പോകുന്നത്? എനിക്ക് സമാധാനം കിട്ടുന്നിടത്തേക്ക് ഞാൻ പോവാ അമ്മേ. ഞാൻ പോവാ. നല്ലത് വരട്ടെ മകളെ. പക്ഷേ ദൗർഭാഗ്യം ആ താറാവ് കുട്ടിയെ വിട്ടൊഴിഞ്ഞില്ല. കാട്ടുതാറാവുകൾക്കും അരയന്നങ്ങൾക്കും ഒന്നും അവളെ ഇഷ്ടമായില്ല. അവളെ കണ്ടാൽ അവ ഓടിച്ചിട്ട് കൊത്തുകയായിരുന്നു പതിവ്. എന്നെ ഒന്നും ചെയ്യല്ലേ. ഈശ്വരൻ എന്നെ വികൃത രൂപിയാക്കി സൃഷ്ടിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഈ ശബ്ദം എന്താ? അയ്യോ, എന്റെ പിന്നാലെ ആരാ വരുന്നത്? അയ്യോ, ഒരു നായ. അയ്യോ, അതെന്നെ തിന്നാൻ വരികയാണെന്ന് തോന്നുന്നു. അയ്യോ. ആ നായ താറാവിന്റെ അടുത്തെത്തി. വികൃതരൂപിയായ താറാവിനെ കണ്ടപ്പോൾ അത് അതിന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അയ്യോ, ഈ നായ ഒരു പാവാ, ദയാലുവാ. അത് പോയല്ലോ. ഇനി എനിക്ക് മുന്നോട്ട് പോവാം. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭംഗിയില്ലാത്ത ആ താറാവ് കുട്ടി ഒരു കുടിൽ കണ്ടു. അവൾക്ക് വളരെയധികം വിശക്കുന്നുണ്ടായിരുന്നു. അവൾ ആ വാതിലിൽ മുട്ടി. എത്ര ചെറിയ താറാവ് കുട്ടിയാ. വരൂ വരൂ, അകത്തേക്ക് വരൂ. ഇതെന്റെ കോഴിയാ, ഇതെന്റെ പൂച്ചക്കുട്ടി. നീ ഇവിടെ താമസിച്ചോളൂ. അയ്യേ, ഇതിനെ കണ്ട എന്ത് വൃത്തികേടാ. ഞങ്ങള് കൂടെ
പോട്ടില്ല. ഈശ്വര, ഇവിടെയും ദുർഭാഗ്യം എന്നെ പിന്തുടരുകയാണല്ലോ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. നന്ദി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ഒരിക്കലും ഞാൻ. തണുപ്പുകാലമായി തുടങ്ങിയിരുന്നു. താറാവ് കുട്ടിക്ക് താമസിക്കുവാൻ ഒരു സ്ഥലവും കിട്ടിയില്ല. അവൾ പകലും രാത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നു. അയ്യോ, നീണ്ട കഴുത്തുള്ള പറവകൾ ആകാശത്ത് പറന്നു നടക്കുന്നു. അവയുടെ പാട്ട് ഇത്ര മനോഹരമാണ്. വേണ്ട വേണ്ട, ഞാൻ അവരുടെ സമീപത്തേക്ക് പോകുന്നില്ല. അവരെന്നെ കണ്ട വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞ് ഓടിക്കും. അതിനാൽ ഇനി മുന്നോട്ട് നടക്കണ്ട. ഇനി ഈ ദിശയിലേക്കൊന്ന് നടന്നു നോക്കാം. ഓ, തണുത്തിട്ടു അയ്യ. അങ്ങനെ ആ പാവം താറാവ് കുട്ടി ലക്ഷ്യമില്ലാതെ നടന്നുകൊണ്ടേയിരുന്നു. അവൾക്കൊരു വിശ്രമ സ്ഥലം പോലും കിട്ടിയില്ല. നേരം ഇരുട്ടായി തുടങ്ങി. അവൾക്ക് വിശപ്പും ക്ഷീണവും കൊണ്ട് തല കറങ്ങുവാൻ തുടങ്ങി. അവൾ ഒരു കുളക്കരയിൽ മയങ്ങി വീണു. ഒരുപാട് സമയം കഴിഞ്ഞു. ആ വഴി വന്ന ഒരു കർഷകൻ അവളെ കണ്ടു. എന്താണ് ഇവിടെ കിടക്കുന്നത്? ഓ, ഇതൊരു താറാവൻ കുട്ടിയാണല്ലോ. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാം. അമ്മേ, ദേ അച്ഛനൊരു താറാവുകുട്ടിയായിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഈ താറാവുകുട്ടിയായിട്ട് കളിക്കാൻ പോവാ. വേണ്ട വേണ്ട, നമുക്കിതിന് വറുത്ത് കഴിക്കാം, നല്ല സ്വാദായിരിക്കും. അയ്യോ, ഇവിടുന്ന് ഓടിപ്പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഇവരെന്നെ കൊന്നു തിന്നും. ഇവിടെയും എനിക്ക് സമാധാനം കിട്ടിയില്ലല്ലോ. ഓടുന്ന വഴിക്ക് താറാവ് കുട്ടി മേശപ്പുറത്തിരുന്ന പാത്രത്തിൽ തട്ടി. ആ പാത്രം താഴെ വീണ് പൊട്ടി. കണ്ടില്ലേ അച്ഛാ, അതാ പാത്രം പൊട്ടിച്ചു. എവിടെ വടി? അതിന് ഇപ്പൊ കൊല്ലണം. ആഹാ, എന്താ നീ കാണിച്ചത്? ഇക്കവിടെ, ഇന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പൊയ്ക്കോ. ആ കർഷകന്റെ ഭഗ്നി താറാവുകുട്ടിയെ അവിടെ നിന്നും ഓടിച്ചു. തണുപ്പുകാലം മുഴുവൻ താറാവുകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിച്ചുകൂട്ടി. പിന്നീട് വസന്തകാലം വന്നു. പ്രകൃതി മുഴുവൻ മനോഹരമായി. മരങ്ങളിൽ മുഴുവൻ പുതിയ ഇലകളും പൂക്കളും വന്ന് നിറഞ്ഞു. എന്റെ ചിറകുകൾ വളരുന്നില്ലല്ലോ. ഇത് വളർന്നിട്ട് വേണം എനിക്കൊന്ന് പറക്കാൻ. എനിക്ക് പറക്കണം. അങ്ങനെ പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ താറാവുകുട്ടിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് ചിറകുകൾ വന്നു. ഞാനൊരു മനോഹരമായ അരയന്നമായി മാറിയിരിക്കുന്നു. എനിക്കിപ്പോ പറക്കാം. അങ്ങനെ അവൻ പറക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരുപാട് താറാവുകൾ നീന്തിക്കളിക്കുന്ന ഒരു തടാകം അവൻ കണ്ടു. ഇവിടെ ഇറങ്ങാം. നോക്കൂ നോക്കൂ, ഭംഗിയില്ലാത്ത താറാവ് തിരിച്ചു വന്നിരിക്കുന്നു. ഇത്രയും നാൾ ഇവൻ എവിടായിരുന്നു? നീ എങ്ങനെയാ ഇത്രയ്ക്ക് സുന്ദരനായ ഒരു അരയന്നമായി മാറിയത്? പക്ഷേ ആ അരയന്നത്തിന് അവൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷിയായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം അറിയില്ലായിരുന്നു.